ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറുമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കൊഴുക്കട്ടയാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 നേന്ത്രപ്പഴം, തേങ്ങ 3/4 കപ്പ്, ശർക്കര 4 മുതൽ 5 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച്, വറുത്ത അരിമാവ് 4 മുതൽ 5 ടേബിൾ സ്പൂൺ, ഇടിയപ്പത്തിൻ്റെ മാവായാലും മതി, നെയ്യ് 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 ഏലക്ക, ഒരു 1/4 കപ്പ് അവൽ ചെറുതായിട്ട് ഞാൻ വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പഴം സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പഴം പുഴുങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയും കൂടി 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ അവലാണ്. ബ്രൗൺ അവലിന് പകരം നമുക്ക് വൈറ്റ് അവലും യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാരയും എടുക്കാം, പക്ഷേ നമ്മൾ ശർക്കര ചേർക്കുന്നതായിരിക്കും നമുക്ക് ഒന്നും കൂടി ഹെൽത്തിയും ടേസ്റ്റിയും. അതുപോലെ തന്നെ നമുക്ക് ശർക്കരയും നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കരയും തേങ്ങയും അവലും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ശർക്കരയും തേങ്ങയും അവലും എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള പഴത്തിൽ നിന്നും ഈ ബ്ലാക്ക് പോർഷൻ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കാം. ഇപ്പോൾ ഈ പഴം നന്നായിട്ട് മാഷായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൊഴുക്കട്ടയായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ അരിമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിമാവും കൂടി നമ്മൾ ചേർക്കുമ്പോഴാണ് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാവ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ അരിമാവിൻ്റെ ക്വാണ്ടിറ്റി കൂടാനും പാടില്ല. പഴത്തിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്. ജസ്റ്റ് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന അളവിലുള്ള അരിമാവ് മാത്രം ചേർത്താൽ മതി. ഞാനൊരു 4-5 ടേബിൾ സ്പൂൺ അരിമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട റെഡിയാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മുടെ കയ്യിലേക്ക് അല്പം നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അല്പം മാവെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരയുടെയും തേങ്ങയുടെയും ഫില്ലിങ് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചതിന് ശേഷം പതുക്കെ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. ഓരോന്നായിട്ട് സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നേന്ത്രപ്പഴ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.